ശബരിമല സന്നിധാനത്തിനടുത്ത് ജീവനക്കാരുടെയും ആ പ്രദേശം പരിചയമുള്ളവരുടെയൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ചായ സ്പോട്ടുണ്ട്. സ്ഥിരമായി ശബരിമലയിൽ ഡ്യൂട്ടിക്ക് എത്തുന്നവരുടെ സ്ഥിരം ചായക്കടയാണ്. അവിടുത്തെ പ്രത്യേകത വിറകിന് പകരം ചിരട്ടയാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. നല്ല ചൂട് ചായയും പഴംപൊരിയും ഇലയുടെയും ഒക്കെ ഉണ്ട് അവിടെ. സന്നിധാനത്തെ ഡ്യൂട്ടിയിലെത്തുന്ന ജീവനക്കാരുടെയും അതേപോലെ തന്നെ ഈ സ്ഥലം പരിചയമുള്ള ആളുകളുടെയും ഇഷ്ട ചായ സ്പോട്ടാണ് കൊപ്രാക്കളത്തിലെ നമുക്ക് പിന്നിൽ കാണുന്ന ഈ ചായ സ്പോട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ചായ സ്പോട്ടിന്. ചിരട്ടയിലാണ് പാചകമടക്കമുള്ള കാര്യങ്ങൾ. വലിയ തിരക്കാണ് എല്ലാ കാലത്തും. ശബരിമല വലിയ നടപ്പന്തലിനോട് ചേർന്ന് ഇടതുവശത്താണ് കൊപ്രാക്കളമുള്ളത്. സന്നിധാനത്ത് നിന്ന് ശേഖരിക്കുന്ന കൊപ്രകൾ ഉണങ്ങുന്നതിനും സൂക്ഷിക്കാനുമുള്ള ഇടം. ഇവിടെയാണ് കൊപ്രാക്കളം ചായക്കടയുള്ളത്. ആദ്യകാലത്ത് കൊപ്രാക്കളത്തിലെ ജീവനക്കാരുടെ മാത്രം ഇടമായിരുന്ന ചായക്കട ഇന്ന് സന്നിധാനത്തും വലിയ നടപ്പന്തലിലും പരിസരത്തുമായി ജോലി ചെയ്യുന്ന മറ്റ് ഉദ്യോഗസ്ഥരുടെയും സ്ഥിരം സ്പോട്ടാണ്. സ്പെഷ്യൽ ഇവിടെ ഇലയപ്പം പൊറോട്ട ഇതൊക്കെ ഉള്ളു. പിന്നെ ചെറിയ കടിയല്ല, ഇത്രയൊക്കെ ഉള്ളു. എന്നാലും വലിയ രീതിയില്ലാത്ത പണിക്കാരാണ് കൂടുതൽ. എല്ലാ വലിയ കുഴപ്പമൊന്നുമില്ല. സന്നിധാനത്തെയും പരിസര പ്രദേശങ്ങളിലെയും ചായയുടെയും ലഘുഭക്ഷണത്തിൻ്റെയും വിലയെ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ വിലക്കുറവാണ് താനും. ചിരട്ടയിലിട്ട് കത്തിച്ച് നീറ്റായിട്ടാണ് എല്ലാ ഭക്ഷണവും കൊടുക്കുന്നത്. അത് ഈ 2 വർഷം കൊണ്ട് നീറ്റായിട്ട് കൊടുക്കുന്നത് കാരണം കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇങ്ങോട്ട് കയറുന്നുള്ളൂ. അത് 12 രൂപ വിലയ്ക്കാണ് കൃത്യമായിട്ട് കൊടുക്കുന്നത്. അധികം വിഭവങ്ങളില്ലെങ്കിലും ഉള്ള വിഭവങ്ങൾ അതീവ രുചികരമെന്ന് കഴിച്ചവർ പറയും. നല്ല കടിയും നല്ല ചായയും ഉള്ള ആൾക്കാരെല്ലാം ഇവിടെ വരും. 7 മണി വരെ നല്ല തിരക്കാണ്. പിന്നെ കടിയൊക്കെ ഉണ്ടാകുന്നത് പോലും ഇപ്പം തികയുന്നില്ല. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ കടയടയ്ക്കും വരെ വലിയ തിരക്കാണ് കൊപ്രാക്കളത്തിലെ ഈ ചായക്കടയിൽ. വീഡിയോ ജേർണലിസ്റ്റ് സൂരജ് KS റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.